ദൈവവചന ശ്രവണത്തിലുള്ള നിങ്ങളുടെ വലിയ താല്പര്യമാണ് ഈ സന്ധ്യയിൽ ഇതുപോലെ നിങ്ങളെല്ലാവരെയും ഇവിടെ ഒന്നിപ്പിച്ചത്. ഞാൻ ഈ അവസരത്തിൽ പുറപ്പാട് പുസ്തകത്തിലെ ഒരു സംഭവത്തിൻ്റെ ഒരാമുഖം മാത്രം 5-6 നിമിഷങ്ങളെടുത്ത് പറയുകയാണ്. ഇസ്രായേൽ സമൂഹം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ ഈജിപ്തിൽ താമസിക്കുന്ന കാലഘട്ടം, അവർ വാഗ്ദാന നാട്ടിലേക്ക് പോകുന്നതിന് അനുവാദം കൊടുക്കാതെ ഫറവോൻ രാജാവ് അവരെ ബലമായിട്ട് പിടിച്ച് വെച്ചിരിക്കുന്ന ആ പശ്ചാത്തലമാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 5 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിൽ 7-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ആ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് വിടാതെ വച്ചിരിക്കുന്നത് കൊണ്ട് 10 ബാധകൾ ദൈവം ഈജിപ്തുകാരുടെ മേൽ അയക്കുന്ന സംഭവമാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഉള്ളടക്കം. അത് ദൈവത്തിൻ്റെ അടയാളങ്ങളാണ്. ബാധകൾ അല്ലെങ്കിൽ മഹാമാരികൾ എന്നെല്ലാം നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമെങ്കിലും ദൈവം അസാധാരണമായ വിധത്തിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച അത്ഭുതങ്ങൾ പോലെ തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം. ഒന്നുകിൽ അത് മോശ വഴി, അല്ലെങ്കിൽ മോശയുടെ സഹോദരനായ അഹറോൻ വഴി, അല്ലെങ്കിൽ ദൈവം നേരിട്ട് ഇടപെട്ട് അയക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് സാധാരണ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ 10 ബാധകൾ അല്ലെങ്കിൽ 10 മാരികൾ എന്നെല്ലാം നമ്മളതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത് അങ്ങനെ ഉള്ള ബാധകളായിട്ട് മാത്രം നമ്മളതിനെ എടുക്കരുത് എന്നുള്ള ഒരു ആത്മീയ ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഉദാഹരണമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ പഠിക്കാനായിട്ട് നോക്കുമ്പോൾ അതിലെ 7 അടയാളങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം മുഴുവനുമായി അത് തിരുവചന ഗ്രന്ഥങ്ങൾ തുറക്കാനുള്ള താക്കോലുകളാണ് ഇതുപോലുള്ള സജ്ജീകരണങ്ങൾ. ഉദാഹരണമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങൾ: കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്നത്, കാനായിൽ തന്നെ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്നത്, ബെത്സയിദായിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നത്, അന്ധനെ സുഖപ്പെടുത്തുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നത്. ഇതാണ് 7 അടയാളങ്ങൾ അല്ലെങ്കിൽ 7 അത്ഭുതങ്ങൾ യോഹന്നാൻ സുവിശേഷകൻ നമുക്ക് നൽകുന്നത്. ഈ 7 അടയാളങ്ങൾ നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട്, അജപാലനപരമായിട്ട്, ആത്മീയ പ്രാധാന്യമുള്ള രീതിയിൽ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ മുഴുവനും ഒരു അനാവരണം, അല്ലെങ്കിൽ ആ സുവിശേഷകൻ കൈകാര്യം ചെയ്യുന്ന ആ രഹസ്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കി എടുക്കാൻ ഉപകാരപ്പെടും. ഈ പുറപ്പാട് പുസ്തകത്തിലെ 10 ബാധകളും അതുപോലെ തന്നെയാണ്. ഞാൻ അതിൽ ഒരെണ്ണത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു ആമുഖത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ ജനത്തെ രാജാവ് പുറത്തേക്ക് വിടാനായിട്ട് അനുവദിക്കാത്തതുകൊണ്ട് ദൈവം ഇടപെട്ട് മോശയോടും അഹറോനോടുമായിട്ട് പറയുന്ന കാര്യമാണ്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അഹറോൻ തൻ്റെ വടി ഫറവോയുടെയും സേവകന്മാരുടെയും മന്ത്രവാദികളുടെയും മുമ്പിൽ ഇട്ടു. അത് എല്ലാം ശക്തമായ അഹറോന്റെ വടി ഒരു സർപ്പമായി എഴുന്നേറ്റ് നിന്നു. ഈജിപ്തിലെ മന്ത്രവാദികളും അവരുടെ വടികൾ ഈ രാജാവിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ഇട്ടു. അവരുടെ വടിയും സർപ്പങ്ങളായി. പക്ഷേ അഹറോന്റെ വടി ഈ മന്ത്രവാദികളുടെ വടികളെ അല്ലെങ്കിൽ സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടല്. മന്ത്രവാദം ചെയ്യുന്നവരും സാത്താൻ സേവ ചെയ്യുന്നവരും എല്ലാം കുറെയെല്ലാം
ടെക്നിക്കുകൾ കാണിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവിടെ ദൈവം തരുന്ന ആത്യന്തികമായ ഒരു പ്രബോധനം അഹറോന്റെ വടി മറ്റ് ഈ മന്ത്രവാദികളുടെ വടികളെയെല്ലാം വിഴുങ്ങിക്കളയുകയാണ്. അവിടെ ദൈവം ഈ മോശയെയും അഹറോനെയും ഈ ജനത്തിനുള്ള വലിയ ഒരു തിരുത്തലായിട്ട് അയക്കുകയാണ്. ഈജിപ്തുകാർക്ക് വിജ്ഞാനമുണ്ട്, അവർക്ക് സാമർഥ്യമുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, അടിമകളായിട്ട് ദൈവജനത്തെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ആ ഒരു അധികാരം അവര് കൈകാര്യം ചെയ്യുന്നതാണ് അവരെ സംബന്ധിച്ച് വളരെ തൃപ്തികരമായ കാര്യമായിട്ട് തോന്നുന്നത്. ഈ പാമ്പ് വിജ്ഞാനത്തിന്റെ ഒരു പ്രതീകമാണ്. നല്ല ജാഗ്രതയോടുകൂടി ഈശോ തന്നെയും പുതിയ നിയമത്തില് ഒന്നിലധികം പ്രാവശ്യം സർപ്പങ്ങളെ പോലെ വിവേകം വേണം എന്ന് പറയുന്നുണ്ട്. വടി പൂർവ്വപിതാക്കന്മാര് മേലധ്യക്ഷന്മാര് ഒക്കെ ഉപയോഗിക്കുന്ന വടി അത് ദൈവത്തിന്റെ ആ ശുശ്രൂഷ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. വലിയ ദൈവികമായിട്ടുള്ള ജ്ഞാനം പകർന്നു കൊടുക്കുവാനുള്ള ഒരു ദൃശ്യമായ അടയാളമാണ്. അഹറോന്റെ വടി പാമ്പായി തീർന്നത് മറ്റ് വടികളെ പാമ്പുകളെ എല്ലാം വിഴുങ്ങുന്നത് ദൈവത്തിന്റെ വിജ്ഞാനത്തിന്റെ മുമ്പില് ലോകം നൽകുന്ന വിജ്ഞാനം അല്ലെങ്കിൽ നമ്മൾ വലിയ അറിവാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ വളരെ നിസ്സാരമാണ്. അത് ഏതവസരത്തിലും അത് ഇല്ലാതായി പോകും. ലോകത്തിന്റെ വിജ്ഞാനത്തിന്റെ മുമ്പില് നമ്മൾ ഒരുപാട് ആനന്ദിച്ച് സന്തോഷിക്കരുത്. അതെല്ലാം ദൈവത്തിനു മുമ്പാകെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ആ ഒരു വലിയ തിരുത്തൽ ശക്തിയായിട്ടാണ് ഈ അടയാളം ആമുഖമായിട്ട് 10 ബാധകൾക്ക് ആമുഖമായിട്ടുള്ള അടയാളം നമുക്ക് നൽകുന്നത്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ട് കാണും, മലങ്കര പിതാക്കന്മാരുടെ എല്ലാം അവർ കയ്യിൽ ഉപയോഗിക്കുന്ന വടി സർപ്പത്തിന്റെ തലയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി, അതുപോലെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ശുശ്രൂഷയിൽ നിന്നിരുന്ന അഹറോന്റെ വടി സർപ്പമായിട്ട് വന്ന് മറ്റുള്ളതിനെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞതിന്റെ ആ പ്രതീകമാണ്. മലങ്കര കത്തോലിക്ക പിതാക്കന്മാരും യാക്കോബായ ഓർത്തഡോക്സ് പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം അവരുടെ ശുശ്രൂഷ വടിയിൽ ഈ സർപ്പത്തിന്റെ ഈ അഹറോന്റെ ആ ശുശ്രൂഷയെ, മോശയുടെ ആ അധികാരത്തെ, ദൈവം നൽകുന്ന ആ ശുശ്രൂഷയുടെ ദൈവികമായ ആ ഒരു വെളിപാടിനെ കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായം വെറും ലൗകികമായിട്ടുള്ള വിജ്ഞാനത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഈജിപ്തുകാരുടെ വഴിയെ നടക്കാതെ ദൈവത്തിന്റെ വഴിയെ നടക്കണം. ദൈവത്തിന്റെ വഴിയിൽ നമ്മളാകുമ്പോൾ മറ്റുള്ളതെല്ലാം അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ ആ ഒരു വലിയ മാർഗം നമ്മളെ വ്യർത്ഥമായ കാര്യത്തിൽ നിന്നൊക്കെ മാറ്റി തിരിക്കുമെന്നുള്ള ഒരു ആത്മീയമായ സന്ദേശമാണ് ആ അധ്യായം അല്ലെങ്കിൽ ആ ഒരു പ്രതീകാത്മകമായ കാര്യം നമുക്ക് നൽകുന്നത്. പഴയ നിയമത്തിലെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം, പുറപ്പാട് പുസ്തകത്തിൽ കയറുമ്പോഴുള്ള മോശയുടെയും അഹറോന്റെയും ചരിത്രമെല്ലാം നമുക്ക് ഈശോയുടെ മുൻകുറിയായിട്ട് വന്ന പിതാക്കന്മാരുടെ സന്ദേശങ്ങളാണ്. യഥാർത്ഥ മോശ ഈശോയാണ്, യഥാർത്ഥ അഹറോൻ ഈശോയാണ്. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിലുള്ള പഴയ നിയമം എന്ന് നമ്മൾ പറയുന്ന ആ ഗ്രന്ഥ സമുച്ചയം. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ, ഗർഭം ധരിച്ചു നിൽക്കുന്ന ഒരമ്മയാണ് പഴയ നിയമം. ഗർഭം ധരിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഉദരത്തിലുള്ള ശിശു പുതിയ നിയമമാണ്. ആ പുതിയ നിയമത്തെ പ്രസവിക്കുവാനുള്ള, ഈശോയെക്കുറിച്ചുള്ള ആ സന്ദേശം നൽകുവാനുള്ള ഒരു ജാഗ്രതയിൽ നിൽക്കുന്ന അമ്മയാണ് പഴയ നിയമം. പഴയ നിയമത്തിലെ ഓരോ വ്യക്തിയെയും ഓരോ സംഭവത്തെയും നമ്മൾ പഠിക്കുമ്പോൾ ഈശോയിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഈശോയാകുന്ന ആ പരമ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ പഴയ നിയമത്തിന്റെ സംഭവങ്ങൾക്കും ചരിത്രങ്ങൾക്കുമെല്ലാം
അർത്ഥം കൊടുക്കാനായിട്ട് നമുക്കും സാധിക്കുന്നത്. പിന്നീട് അതേ തുടർന്നുള്ള സാധാരണ നമ്മൾ പറയുന്ന 10 ബാധകൾ, ഞാനതിലേക്കൊന്നും ഇവിടെ പ്രവേശിക്കുന്നില്ല. ഇതിനെല്ലാം ആത്മീയമായ അർത്ഥമുള്ളതാണ്. പ്രത്യക്ഷത്തിൽ അത് ശാപമായിട്ട്, ശിക്ഷയായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന, നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങളായിട്ട് ഒക്കെ പെട്ടെന്ന് നമുക്ക് തോന്നിയാലും അതിൻ്റെ ഉള്ളിലെല്ലാം ശിക്ഷണം നൽകുന്ന, ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ദൈവീകമായിട്ടുള്ള മാർഗമാണ്. ആ മോശയുടെ ശുശ്രൂഷയുടെ അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള വടി, അഹറോന്റെ വടി, അതാണ് നമ്മളുടെയും ബലം. നമുക്ക് നൽകപ്പെടുന്ന തിരുത്തലുകൾ, ശിക്ഷണങ്ങൾ, ശകാരങ്ങൾ എല്ലാം ഇതിൽ നിന്ന് വരുന്നതാണ്. സിഹിയോനിൽ നിന്ന് ദൈവം കൊടുത്ത ആ ഒരു വലിയ സഹായമാകുന്ന ആ വടിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ അത് ഉപയോഗിക്കുന്നത്. നമ്മുടെ സുറമലബാറിൽ സഭയിലെ പിതാക്കന്മാർ സർപ്പത്തിന്റെ ശിരസിന് പകരം സ്ലീവ, മർത്തോമ സ്ലീവ ഉപയോഗിക്കുന്നു. രണ്ടും അർത്ഥം ഒന്നു തന്നെയാണ്. മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തിന് അർത്ഥം കിട്ടുന്നത് ഗാഗുൽത്തായില് സ്ലീവായിൽ ഉയർത്തപ്പെട്ട ഈശോയിലാണ്. ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. 2 പാരമ്പര്യങ്ങൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുടുംബ നവീകരണത്തിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന വലിയൊരു പ്രയത്നമാണ് ഈ 4 ദിവസത്തെ 4 സന്ധ്യകളിലെ ഈ കൂടിവരവും പ്രാർത്ഥനയും കുർബാനയും കുമ്പസാരവും എല്ലാം. ദൈവത്തോട്, ദൈവവചനത്തോട്, വിശുദ്ധ ഗ്രന്ഥത്തോട് കൂടുതലായിട്ട് അടുക്കുന്നതിന്, നിരന്തരമായിട്ട് ദൈവവചനം വായിക്കുന്നതിന്, കുടുംബങ്ങളിൽ ഉച്ചത്തിൽ ദൈവവചനം വായിച്ച് എല്ലാവരെയും കേൾപ്പിച്ച് ആ ദൈവത്തിൻ്റെ സ്വരത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്തുവാനുള്ള അവസരമായിട്ട്, പ്രത്യേക ദിനങ്ങളായിട്ട് ഈ ദിവസങ്ങളെ നിങ്ങൾ മാറ്റണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവകൃപ യാചിക്കുന്നു. അൽഫോൻസാമയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.